സുപ്രീം കോടതി വിധികളുടെയും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശനം സംബന്ധിച്ച് മാനേജ്മെന്റ് പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയത്. ഏകീകൃത കൗൺസിൽ വഴി പ്രവേശനം നടത്തണമെന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അനുസൃതമായ നിലപാടെടുക്കണമെന്ന് മുഖ്യമന്ത്രി മാനേജ്മെന്റുകളോട് അഭ്യർത്ഥിച്ചു. അതേസമയം വിധി നടപ്പാക്കുമ്പോൾ മെഡിക്കൽ കോളേജുകൾ നടത്താനുള്ള ചെലവ് കൂടി കണക്കിലെടുത്ത് ഏകീകൃത ഫീസ് നിശ്ചയിക്കണമെന്നും ഇതിനായി കമ്മിറ്റി രൂപീകരിക്കണമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ സർക്കാരിനോട് ആവശ്യമുന്നയിച്ചു. ഞങ്ങൾ CMന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത് ഒരു കമ്മിറ്റി വെച്ചിട്ട് ഇതിനെ കൂടുതൽ വിശദമായിട്ട് ഇത് പഠിക്കണം. കാരണം ഇനി നിയമനിർമ്മാണം നടത്താൻ പറ്റുമോ ഇല്ലയോ ഗവൺമെൻറ്റിന്? കാരണം ഇതിപ്പോൾ മെഡിക്കൽ കൗൺസിലിൻ്റെ ഒരു ഇത് മാത്രമാണ് വന്നിട്ടുള്ളത്, അല്ലാതെ സുപ്രീം കോടതിയുടെ ഒരു വിധിയൊന്നുമല്ല വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി ഞങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിവേദനം അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിട്ട് കൂടുതൽ വിശദമായി കാര്യങ്ങൾ പഠിക്കാം എന്നുള്ള ഒരു ലെവലിലെത്തിയിരിക്കുകയാണ്. ചർച്ചയിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളുടെ നിയമവശം പരിശോധിച്ച് വീണ്ടും യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി മാനേജ്മെന്റ് പ്രതിനിധികളെ അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.